ആനന്ദരൂപായ കൃഷ്ണയ ക്ലിഷ്ടകാരിണേ നമോ വേദാന്തവേദ്യായ. ഹലോ ഫ്രണ്ട്സ്, കുഞ്ഞു സ്റ്റോറിയുമായി മനുവാണ്. നമ്മുടെ ചങ്ക് ഫ്രണ്ടായ സിനോജിൻ്റെ ഇന്ന് ബുള്ളറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വരാം, നീ വെയിറ്റ് ചെയ്യുമെന്നും പറഞ്ഞ് ഒരു യാത്രയിലാണ്. നമ്മളിപ്പോൾ പോണത് പാലക്കാടേക്കാണ്. വേദബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങൾ കാണാൻ കൽപ്പാത്തിയിലേക്കാണ്. മുഗളന്മാരുടെ അധിനിവേശത്തിൽ ഭയന്ന് കാവേരി നദീതീരത്ത് താമസിച്ചിരുന്ന ബ്രാഹ്മണർ ജീവഭയത്താൽ കുടിയേറിപ്പാർത്ത സ്ഥലം അതാണ് കൽപ്പാത്തി. നിളാ നദിയുടെ തീരത്തെത്തിയ വൈദേശിക ബ്രാഹ്മണർ പാലക്കാട് രാജാവിൻ്റെ ആശീർവാദത്താൽ കൽപ്പാത്തിയിൽ സ്ഥിരതാമസമാക്കി. പാലക്കാട് രാജാവിൻ്റെ ക്ഷേത്രങ്ങളിൽ ഓർത്തഡോക്സായ കേരള നമ്പൂതിരിമാർ പൂജ ചെയ്യാൻ വിസമ്മതിച്ചിരുന്ന സമയത്താണ് പരദേശികളായ ഈ വേദബ്രാഹ്മണർ രാജാവിനെ കാണാനെത്തുന്നത്. ക്ഷേത്രങ്ങളിലെ പൂജ ഈ ബ്രാഹ്മണർ ഏറ്റെടുത്തു. രാജാവ് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. 200 കൊല്ലം കൊണ്ട് പലപ്പോഴായി മൈഗ്രേറ്റ് ചെയ്തെത്തിയ ബ്രാഹ്മണരുടെ വീടുകളാണ് നമ്മളീ കാണുന്ന അഗ്രഹാരങ്ങൾ. ബ്രാഹ്മണർ മാത്രമല്ല ഇങ്ങോട്ട് കുടിയേറിയത്. ഇവരെ ആശ്രയിച്ച് ജോലി ചെയ്തിരുന്ന കുടുംബങ്ങളും ഇവർക്കൊപ്പം ഇവിടെ എത്തിയിരുന്നു. പശുവിനെ കറക്കൽ തൊഴിലാക്കിയവർ, മാല കെട്ടുന്നവർ, ചെമ്പുപാത്രം ഉണ്ടാക്കുന്നവർ, അലക്കുകാർ, നെയ്ത്തുകാർ, അങ്ങനെ ഇവർ ജീവിക്കുന്ന തെരുവുകളും ഇതിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. പ്രശസ്തമായ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ തേരാണ് ഈ ചില്ലുകൂടിൽ സംരക്ഷിച്ചിരിക്കുന്നത്. 1960 വരെ അഗ്രഹാരങ്ങൾ അതിൻ്റെ പൂർണ്ണ പ്രൗഢിയിൽ നിലനിന്നിരുന്നുള്ളൂ. 1960 ശേഷം കുറേയധികം കുടുംബങ്ങൾ ഇന്ത്യയുടെ വടക്കു ഭാഗത്തേക്ക് തന്നെ തിരിച്ചുപോയി. കുറേയധികം പേർ ഇന്ത്യക്ക് പുറത്തേക്കും. അഗ്രഹാരങ്ങൾ സംരക്ഷിക്കാൻ സർക്കാരിൻ്റെ പ്രത്യേക ശ്രദ്ധയുണ്ടെങ്കിലും ഈ ഓടുമേഞ്ഞ പുരകൾ മെയിൻറ്റെയിൻ ചെയ്യൽ കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. എത്ര നാളിതിങ്ങനെ ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. ഇപ്പോൾ തന്നെ പല കെട്ടിടങ്ങളും കോൺക്രീറ്റ് കെട്ടിടങ്ങളും ആളൊഴിഞ്ഞ വീടുകളുമായി മാറിക്കഴിഞ്ഞു. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊന്നും ചരിത്ര പുസ്തകങ്ങൾ റെഫർ ചെയ്ത് പറഞ്ഞതല്ല കേട്ടോ. ഇവിടെ എത്തി ഇവിടെ കണ്ട ആൾക്കാരോട്, പഴയ തലമുറകളോട് ചോദിച്ച് അവർ പറഞ്ഞ അറിവാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. പരാശരാത്മജം വന്ദേ സുഖദാതം തപോനിധിം. കൽപ്പാത്തിയിൽ നിന്നുള്ള നമ്മുടെ യാത്ര വരിക്കാശ്ശേരി മനയിലേക്കാണ്. മംഗലശ്ശേരി നീലകണ്ഠനും 6-ാം തമ്പുരാനും നിറഞ്ഞാടിയ രാപ്പകലിലെ കൃഷ്ണൻ്റെ കണ്ണീര് കണ്ട ദ്രോണയിലെ പട്ടാഴി മാധവനും കുഞ്ഞുണ്ണിയും ഗിരീശനുമൊക്കെ അഭ്രപാളികളിലെത്തിയ അതേ വരിക്കാശ്ശേരി മന സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷൻ. സിനിമകളിലൂടെ പ്രശസ്തമായി ഇപ്പോൾ സഞ്ചാരികളുടെയും ഇഷ്ട ലൊക്കേഷനാണ് ഈ മന. ഈ തിരക്ക് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. അതാണ് അതിൻ്റെ തെളിവ്. ഈ തിരക്ക് കൊണ്ട് അകത്ത് കയറി ഒന്ന് ഷൂട്ട് ചെയ്യാൻ പോലും എനിക്ക് പറ്റിയില്ല. ഇന്ന് ഗാന്ധി ജയന്തിയായിരുന്നു, ഒക്ടോബർ 2. വന്ന ദിവസം പാളിപ്പോയി. അതുകൊണ്ട് പുറത്ത് വിഷ്വൽസ് മാത്രം എടുത്തു. 30 രൂപയാണ് വരിക്കാശ്ശേരി മനയിലേക്കുള്ള എൻട്രി ഫീ. ഷൂട്ടിംഗുള്ള ദിവസം പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു ചോദിച്ചിട്ട് പോവുക. അതായിരിക്കും നല്ലത്. പൗരാണിക കേരള വാസ്തുശില്പ രീതി കാണാൻ 1902 നിർമ്മാണം പൂർത്തിയാക്കി ഈ മനയിലേക്കുള്ള യാത്ര നിങ്ങളെ സഹായിക്കും. नजरिया लागे नहीं कहीं ओ नजरिया लागे नहीं कहीं ला
ഇനി നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇതാ ഇവിടെയാണ്. ഇത് ഈ കാണുന്നതാണ്. സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊരു പുഴ കാണാം. നിളയാണ്, ഭാരതപ്പുഴയാണ്. ശാസ്ത്രീയമായി മണൽവാരൽ നടത്തി പുഴയ്ക്ക് പുനർജീവനം കൊടുത്താൽ ഭാവിയിലെ കുട്ടികൾക്ക് ചരിത്ര പുസ്തകങ്ങൾ മാത്രമല്ലാതെ നിള കാണാൻ പറ്റും. വേണ്ടത് ചെയ്യാൻ അധികാരികൾ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കും. ഒന്നും പറയാനില്ല, ഒന്നും കാണിക്കാനുമില്ല. വന്നതേ കഷ്ടമെന്ന് കരുതി വീണ്ടും അടുത്ത സ്ഥലത്തേക്ക്. 2ാമത്തെ ദിവസത്തെ യാത്രയാണ് ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്യുന്നത്. 2 ദിവസമായിരുന്നു പാലക്കാട് യാത്ര. ബൈക്ക് തന്ന് സിനോജ് പോസ്റ്റായ അവൻ്റെ വീട്ടിലിരിപ്പുണ്ട്. ഇനി വീട്ടിലേക്കുള്ള തിരിച്ചു പോക്കാണ്. പോണ വഴി കണ്ടതാണ് പ്രശസ്തമായ ഉത്രാളിക്കാവ്. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ജയ് ഹിന്ദ്.